ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ഇന്ന് രാവിലെ പുനരാരംഭിച്ചു. യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം, അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 72-ാം അധ്യായം. രാവിലെ 11 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. നമുക്ക് 72-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 270-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ തു സഭാമധ്യേ ആസ്ഥിതോ മുനിഭിർവൃതഃ ബ്രാഹ്മണൈഃ ക്ഷത്രിയൈർവൈശ്യൈഃ ഭ്രാതൃഭിശ്ച യുധിഷ്ഠിരഃ ആചാര്യൈഃ കുലവൃദ്ധൈശ്ച ജ്ഞാതിസംബന്ധി ബാന്ധവൈഃ ശൃണ്വതാം ഏവ ചൈതേഷാം ആഭാഷ്യേതമുവാചഃ. യുധിഷ്ഠിര ഉവാച. ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീഃ യക്ഷ്യേ വിഭൂതിർഭവതഃ തൽസമ്പാദയനഃ പ്രഭോ ത്വൽപാദുകേ അവിരതം പരിയേ ചരന്തി ധ്യായന്ത്യഭദ്രവശനേ ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാഭവർഗം ആശാസതേ യദിത ആശിഷയീശനാന്യേ തദ്ദേവദേവ ഭവതശ്ചരണാരവിന്ദസേവാനുഭാവമിഹ പശ്യതു ലോകയേഷഃ യേ ത്വാം ഭജന്തി ന ഭജന്ത്യുതവോഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സൃഞ്ജയാനാം ന ബ്രഹ്മണഃ സ്വപരഭേദമതിസ്തവ സ്യാദ് സർവാത്മനഃ സമദൃശഃ സ്വസുഖാനുഭൂതേഃ സംസേവതാം സുരതരോരിവ തേ പ്രസാദഃ സേവാനുരൂപമുദയോ ന വിപര്യയോത്ര. ശ്രീഭഗവാനുവാച. സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന കല്യാണി യേന തേ കീർത്തിഃ ലോകാൻ അനുഭവിഷ്യതി ഋഷീണാം പിതൃദേവാനാം സുഹൃദാമപി നഃ പ്രഭോ സർവേഷാമപി ഭൂതാനാം ഈപ്സിത ക്രതുരാട് അയം വിജിത്യ നൃപതീൻ സർവാൻ കൃത്വാ ജഗതീം വശേ സംവൃത്യ സർവസംഭാരാൻ ആഹരസ്വ മഹാക്രതും ഏതേ തേ ഭ്രാതരോ രാജൻ ലോകപാലാംശ സംഭവാഃ ജിതോസ്മ്യാത്മവതാ തേഹം ദുർജയോ യോ അകൃതാത്മഭിഃ ന കശ്ചിത് മത്പരം ലോകേ തേജസാ യശസാ ശ്രിയാ വിഭൂതിഭിർവാഭിഭവേത് ദേവോപി കിമുപാർത്ഥിവഃ. ശ്രീശുക ഉവാച. നിശമ്യ ഭഗവദ്ഗീതം പ്രീതഃ ഭുല്ലമുഖാംബുജഃ ഭ്രാതॄൻ ദിഗ്വിജയേ അയുങ്ക്ത വിഷ്ണുതേജോപബൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യാം ആദിശത്സഹസ്രഞ്ജയൈഃ ദിശി പ്രദീച്യാം നകുലം ഉദീച്യാം സവ്യസാജിനം പ്രാച്യാം മൃഗോധരം മത്സ്യൈഃ കേകയൈഃ സഹ മദ്രകൈഃ തേ വിജിത്യ നൃപാൻ വീരാ ആചക്രുർദിഗ്ഭ്യോജസാ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപയക്ഷ്യത്തെ
ശ്രുത്വാ ജിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരിഃ ആഹോവായം തമേവാദ്യ ഉദ്ധവോയം ഉവാചഃ ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യതഃ തേ ഗത്വാദിത്യവേളായാം ഗൃഹേഷു ഗൃഹമേദിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിനഃ രാജൻ വിദ്യതിഥീൻ പ്രാപ്താനർത്ഥിനോ ദൂരമാഗതാൻ തന്നഃ പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ കിം ദുർമർഷം തിദിക്ഷൂണാം കിം അകാര്യം അസാധുഭിഃ കിം ന ദേയം വദാന്യാനാം കഃ പരഃ സമദർശിനാം യോ അനിത്യേന ശരീരേണ സതാം ഗേയം യശോ ധ്രുവം നാചിനോതി സ്വയം കൽപഃ സ വാച്യഃ ശോച്യേവ സഃ ഹരിശ്ചന്ദ്രോ രംഗിദേവഃ ഉഞ്ചവൃത്തിഃ ശിബിർബലിഃ വ്യാദഃ കപോതോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാഃ ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠൈർജാഹതൈരപി രാജന്യബന്ധൂൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയത് രാജന്യബന്ധമോഹ്യേതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം ബലേർന്നു ശ്രൂയത്തെ കീർത്തിഃ വിതദാ ദിക്ഷ്വകൽമഷ ഐശ്വര്യാദ് ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുനാ ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നപി മഹീം പ്രാദാത് വാര്യമാണോപി ദൈത്യരാട് ജീവദാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥഃ ക്ഷത്രബന്ധുനാ ദേഹേന പതമാനേന നേഹദാ വിപുലം യശഃ ഇത്യുദാരമതിഃ പ്രാഹ കൃഷ്ണാർജുന വൃഗോദരാൻ ഹേ വിപ്രാവ്രിയതാം കാമോ ദദാമ്യാത്മശിരോപി വഃ ശ്രീഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യാ നാന്നകാംക്ഷിണഃ അസൗ വൃഗോദരഃ പാർത്ഥഃ തസ്യ ഭ്രാതാ അർജുനോ ഹ്യയം അനയോർമാതുലേയം മാം കൃഷ്ണം ജാനീഹി തേ റിപും ഏവമാവേദിതോ രാജാ ജഹാസോച്ഛൈസ്മമാഗതഃ ആഹതാമർഷിതോ മന്ദാഃ യുദ്ധം തർഹി ദദാമി വഃ ന ത്വയം ഭീരുണായോത്സ്യേ യുധി വിക്ലവചേതസ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ശരണം ഗതഃ അയം തു വയസാ തുല്യോ നാദിസത്വോ ന മേ സമഃ അർജുനോ ന ഭവേദ്യോദ്ധാ ഭീമസ്തുല്യബലോ മമ ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗദാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ തതഃ സമേഖലേ വീരൗ സംയുക്തൗ ഇതരേതരൗ ജഗ്നദുർവജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരദോ ശുശുഭേ യുദ്ധം നടയോരിവരംഗിണോഃ തതശ്ചളജടാശബ്ദോ വജ്രനിഷ്പേഷസന്നിഭഃ ഗതയോഃ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവദന്തിനോഃ തേ വൈ ഗദേ ഭുജജവേന നിപാത്യമാനെ അന്യോന്യതോ അംസകടിപാദകരോരുജത്രൂൻ ചൂർണീ ബഭൂവതുരുപേത്യയതാർക്കശാകേ സംയുധ്യതോർദിരതയോർ ഇവ ദീപ്തമന്യോഃ ഇത്തം തയോഃ പ്രഹതയോർഗതയോർനൃവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിരയസ്പർശൈരഭീഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോരിവയോരിവാസീത നിർഗാതവജ്രപരുഷസ്ഥലതാടനൊത്തഃ തയോരേവം പ്രഹരതോ സമശിക്ഷാബലൗജസോഃ നിർവിശേഷമഭൂദ്യുദ്ധം അക്ഷീണജവയോർനൃപ ഏവം തയോർമഹാരാജ യുധ്യതോ സപ്തവിംശതിഃ ദിനാനി നിരകൻ തത്ര സുഹൃദ്വത് നിശിതിഷ്ഠതോഃ ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ
ശത്രോർജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമാപ്യായേൻ സ്വേന തേജസാ ചിന്തയദ്ധരിഃ സഞ്ചിന്യാരിവതോപായം ഭീമസ്യാമോഘദർശനഃ ദർശയാമാസ വിടമം പാടയന്നിവ സംജ്ഞയാ തദ്വിജ്ഞായ മഹാസത്വോ ഭീമഃ പ്രഹരതാംബരഃ ഗൃഹീത്വാ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ ഏകം പാദം പദാക്രമ്യ ദോർഭ്യാം അന്യം പ്രഗൃഹ്യ സഹ ഗുതതഃ പാടയാമാസ ശാഖാമിവ മഹാഗജഃ ഏകപാദോരുവൃഷണ കടിപൃഷ്ടസ്ഥനാംസകേ ഏകബാഹ്വക്ഷിഭ്രൂകർണേ സകലേ ദദൃശുഃ പ്രജാഃ ഹാഹാകാരോ മഹാനാസീ നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ചതമേയാത്മാ മഗധാനാം പതിം പ്രഭുഃ മോചയാമാസ രാജന്യാൻ സംവൃദ്ധാമാഗതേനയേ. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധവധോ നാമ ദ്വിസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. യുധിഷ്ഠിര രാജസൂയം നടത്തിക്കൊടുക്കാനായിട്ട് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്നും അത് കഴിഞ്ഞൊരിക്കൽ സഭാമധ്യത്തിൽ വെച്ച് മുനികളെല്ലാം കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും തൻ്റെ സഹോദരന്മാരും എല്ലാം ഇരിക്കുന്നതായിട്ടുള്ള ആ സഭയിൽ വെച്ച് യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ രാവിലെ കണ്ടത്. അല്ലയോ ഗോവിന്ദ, യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിരിക്കുന്ന രാജസൂയ യാഗം കൊണ്ട് അങ്ങയുടെ വിഭൂതികളായ ദേവതകളെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങ് സാധിച്ചു തരണം. തൽ സമ്പാദയ നഹ പ്രഭോ. പ്രഭുവായ അങ്ങ് അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്ന് വർണ്ണിക്കാനായിക്കൊണ്ട് ഒരു 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ സൂചനയോടുകൂടിയ നാമങ്ങളെ ഉപയോഗിച്ച് അങ്ങയുടെ പാദപത്മങ്ങളെ ആരാണോ ആശ്രയിക്കുന്നത് അവര് വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്നു, അന്യന്മാർക്ക് അതൊന്നും സാധിക്കുന്നുമില്ല. അങ്ങ് ഈ ഒരു ലീലയിലൂടെ ലോകത്തിന് അങ്ങയുടെ മാഹാത്മ്യം കാണിച്ചു കൊടുക്കണം. എല്ലാവരും അങ്ങയെ ആരാധിക്കുവാനായിക്കൊണ്ട് അതിലൂടെ സാധിക്കുമെന്നാണ് എല്ലാവരുടെയും ശ്രദ്ധയെ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യുധിഷ്ഠിരൻ ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങയെ ഭജിക്കുന്നവരും ഭജിക്കാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഫലവ്യത്യാസം, ഓരോരുത്തരും അവരുടെ പൗരുഷം കൊണ്ട് പ്രയത്നം ചെയ്യും. പക്ഷേ ഈശ്വരാനുഗ്രഹമില്ലെങ്കിൽ
അത് സാധിക്കുകയില്ല, എത്ര ശക്തന്മാരാണെങ്കിലും. എന്നാൽ ഈശ്വരാനുഗ്രഹമുള്ളവർ, അവർ ശക്തരല്ലെങ്കിൽ പോലും അവർ അവരുടെ ഉദ്യമങ്ങളിൽ നല്ല ഫലത്തെ പ്രാപിക്കുന്നു. അത് കാണിച്ചു കൊടുക്കണം ഈ കൗരവന്മാർക്കും സഞ്ജയന്മാർക്കുമെല്ലാം. അങ്ങേക്ക് വാസ്തവത്തിൽ ആരോടും പക്ഷപാതം ഇല്ല, സ്വപരഭേദം ഇല്ല. കാരണം അങ്ങ് ബ്രഹ്മസ്വരൂപനാണ്, സർവാത്മാവാണ്, സമദൃഷ്ടിയാണ്, സ്വസുഖത്തിൽ ആനന്ദിക്കുന്നവനാണ്. അപ്പം അങ്ങയുടെ പ്രസാദം കൽപ്പവൃക്ഷത്തെ സേവിക്കുന്നവർക്ക് ലഭിക്കും പോലെയാണ്. കൽപ്പവൃക്ഷത്തിന് ആരോടും പ്രത്യേകമായിട്ടുള്ള മമതയൊന്നുമില്ല. തന്നെ ആര് സേവിക്കുന്നുവോ അവർക്ക് ഉദ്ദേശിച്ച ഫലത്തെ കൊടുക്കുന്നു. അതുപോലെയാണ് സേവാനുരൂപമാണ് അവർക്ക് ഫലം എന്ന് അങ്ങ് കാണിച്ചു കൊടുക്കണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ഭഗവാൻ സന്തോഷിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ പ്രശംസിച്ചു. നിന്റെ നിശ്ചയം നന്നായിട്ടുണ്ട്, അങ്ങയുടെ കീർത്തി വളരെയധികം ലോകം മുഴുവൻ വ്യാപിക്കും. ഇവിടെ ഇരിക്കുന്ന ഋഷിമാർക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും ബന്ധുക്കളായ ഞങ്ങൾക്കും എല്ലാവർക്കും സകല ഭൂതങ്ങൾക്കും അങ്ങ് ഈ രാജസൂയയാഗം ചെയ്യുന്നത് വളരെ താല്പര്യമുള്ളതാണ്. എല്ലാവരും ഇപ്സിത ക്രതുരാടയം. അപ്പോൾ അതിനെന്താണ് അങ്ങ് ചെയ്യേണ്ടത്? ലോകത്തിലുള്ള സകല രാജാക്കന്മാരെയും ജയിച്ച് ഈ ജഗത്തിനെ അങ്ങയുടെ വശത്താക്കി തീർക്കണം. ഈ യജ്ഞത്തിനാവശ്യമായ സംഭാരങ്ങൾ സംഭരിച്ച് ഈ മഹാക്രതുവിനെ അങ്ങ് ചെയ്യണം. നീ അങ്ങയുടെ സഹോദരന്മാർ അവർ ലോകപാലന്മാരുടെ അംശത്തിൽ നിന്ന് സംഭവിച്ചവരാണ്. അങ്ങയുടെ അടക്കവും ഒതുക്കവും അങ്ങയുടെ മനസ്സിന്റെ നിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും എല്ലാം കൊണ്ട് അങ്ങ് എന്നെ ജയിച്ചിരിക്കുന്നു. മറ്റുള്ള ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് എന്നെ ജയിക്കാൻ സാധ്യമല്ല. എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരാൾക്ക്, മത്പരനായിട്ടുള്ള ഒരാൾക്ക് ഈ ലോകത്തിൽ വേറൊരാള് അവനെ തേജസ് കൊണ്ടോ യശസ് കൊണ്ടോ ശ്രീ കൊണ്ടോ വിഭൂതികളെ കൊണ്ടോ അഭിഭവിക്കുകയില്ല. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും ആവില്ല. അത് ദേവന്മാർക്ക് പോലും സാധിക്കില്ല. അപ്പൊ പിന്നെ രാജാക്കന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇങ്ങനെ ഭഗവാൻ യുധിഷ്ഠിരനോട് രാജസൂയ യാഗം നടത്താനായിക്കൊണ്ട് ഉള്ള അനുമതി കൊടുത്തു. അതിന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ചവനായിട്ടുള്ള യുധിഷ്ഠിരൻ രാജസൂയ യാഗം ആരംഭിക്കുന്നതാണ് അടുത്ത ഏതാനും ശ്ലോകങ്ങളിൽ. അതിനുള്ള ദിഗ്വിജയത്തിനായിക്കൊണ്ട് തൻ്റെ സഹോദരന്മാരെ 4 ദിക്കുകളിലേക്കും അയക്കുന്നു. അവരെല്ലാം ദിഗ്വിജയം ചെയ്ത് തിരിച്ചു വരുന്നു. പിന്നീട് മഗധ രാജ്യത്തേക്ക് ജരാസന്ധനെ ജയിക്കാനായിക്കൊണ്ട് ഭഗവാനും ഭീമസേനനും അർജുനനുമായിട്ട് പോകുന്നതുമായിട്ടുള്ള കഥയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഫാനിൻ്റെ കാറ്റ്.
അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. ശ്രീശുക ഉവാച നിശമ്യ ഭഗവദ്ഗീതം പ്രീതഃ ബുല്ലമുഖാംബുജഃ ഭ്രാതॄൻ ദിഗ്വിജയേ അയുങ്ക്ത വിഷ്ണുതേജോപബൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യാമാദിശത് സഹസൃഞ്ജയൈഃ ദിശി പ്രതീച്യാം നകുലം ഉദീച്യാം സവ്യസാചിനം പ്രാച്യാം മൃഗോദരം മത്സ്യൈഃ കേകയൈ സഹമദ്രകൈഃ തേ വിജിത്യ നൃപാൻ വീരാ ആജഹ്രുർദിഗ്ഭ്യ ഓജസ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപയക്ഷ്യത്തെ. ശ്രീശുക ഉവാച നിശമ്യ ഭഗവദ്ഗീതം പ്രീതഃ ഭുല്ലമുഖാംബുജഃ ഭ്രാതॄൻ ദിഗ്വിജയേ അയുങ്ക്ത വിഷ്ണുതേജോപബൃംഹിതാൻ. ശുകബ്രഹ്മർഷി കഥ തുടരുകയാണ്. ശ്രീശുക ഉവാച നിശമ്യ ഭഗവദ്ഗീതം പ്രീതഃ ഭുല്ലമുഖാംബുജഃ. ആരെക്കുറിച്ചാ? യുധിഷ്ഠിരനെ കുറിച്ചാ പറയുന്നത്. ഭഗവദ്ഗീതം നിശമ്യ, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. ഇവിടെ ഗാനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നന്നായി പറയപ്പെട്ടത് എന്നർത്ഥമാണ്. ഭഗവാൻ യുധിഷ്ഠിരനെ പ്രശംസിച്ചുകൊണ്ട് ഈ രാജസൂയയാഗം നല്ല രീതിയിൽ നടത്തേണ്ടതാണ് എന്ന് പ്രോത്സാഹിപ്പിച്ചത് കേട്ടിട്ട് നിശമ്യ ശ്രുത്വ കേട്ടിട്ട് പ്രീതഃ യുധിഷ്ഠിരഃ പ്രീതഃ അഭവത്. യുധിഷ്ഠിരൻ പ്രീതനായി ഭവിച്ചു. വളരെ സന്തോഷവും പ്രത്യേകിച്ച് കൃഷ്ണനോടും മറ്റുമൊക്കെ ഭക്തിയും പ്രേമവും വർദ്ധിച്ചു വന്നു എന്നർത്ഥം. അങ്ങനെ സന്തുഷ്ടനായ യുധിഷ്ഠിരൻ ഭുല്ലമുഖാംബുജഃ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രീതിയെ പ്രകടിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ മുഖ അംബുജം ഭുല്ലം. ഭുല്ലം എന്ന് പറഞ്ഞാൽ വികസിതം, വികസിച്ചു. എന്ത്? മുഖമാകുന്ന താമര. അപ്പൊ യുധിഷ്ഠിരന്റെ മുഖം ഒരു താമര വിരിയും പോലെ വിരിഞ്ഞു ഈ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട്. എന്നിട്ടോ ഉടനെ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഭ്രാതൃൻ ദിഗ്വിജയേ അയുങ്ക്ത. ദിഗ്വിജയെ ഭ്രാതൃൻ അയുങ്ക്ത. ദിഗ്വിജയത്തിനായി കൊണ്ട് ഭ്രാതാക്കളെ യോജിപ്പിച്ചു, അവരെ നിയോഗിച്ചു എന്നർത്ഥം. എങ്ങനെയുള്ള ഭ്രാതാക്കളെ? വിഷ്ണു തേജോ ഉപബൃംഹിതാൻ. വിഷ്ണു തേജസ്സു കൊണ്ട് ഉപബൃംഹിതന്മാരായവർ. ഉപബൃംഹിതന്മാർ എന്ന് പറഞ്ഞാൽ ശക്തിയെ പ്രാപിച്ചവർ, വർദ്ധിക്കപ്പെട്ട തേജസ്സോടുകൂടിയവരായിട്ട്. എന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഈ 4 സഹോദരന്മാർക്കും പകർന്നു കിട്ടി. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഈ 4 പേർക്കും ഭഗവാന്റെ കടാക്ഷം കൊണ്ടും ഭഗവാന്റെ ആനുകൂല്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവരും തേജസ് വർദ്ധിച്ചവരായി എന്നർത്ഥം. നല്ല ഉത്സാഹഭരിതരും ശക്തരുമായി സമർത്ഥരായി തീർന്നു ആ സഹോദരന്മാർ. അപ്പൊ ഭഗവാന്റെ തേജസ് ആണ് അവരുടെ ശക്തിക്ക് കാരണം, അവരുടെ പ്രഭാവത്തിന് കാരണം. അങ്ങനെയുള്ള സഹോദരന്മാരെ 4 ദിക്കുകളിലേക്ക് ദിഗ്വിജയത്തിനായിക്കൊണ്ട് വിനിയോഗിച്ചു. അയുങ്ക്ത, യോജിപ്പിച്ചു എന്നാണ്. അപ്പോ ആരെ എവിടെവിടേക്ക് നിയോഗിച്ചു? സഹദേവം ദക്ഷിണസ്യാം ആദിശത് സഹസൃഞ്ജയൈഃ ദിശി പ്രതീച്യാം നകുലം ഉദീച്യാം സവ്യസാചിനം പ്രാച്യാം മൃഗോദരം മത്സ്യൈഃ കേകയൈഃ സഹമദ്രകൈഃ. സഹദേവം ദക്ഷിണസ്യാം ആദിശത്. സഹദേവൻ ഏറ്റവും ചെറിയ ഇളയാളെ ദക്ഷിണസ്യാം ദിശി ആദിശത് എന്നർത്ഥം. ദക്ഷിണസ്യാം ദിശി, തെക്കേ ദിക്കിലേക്ക് നിർദ്ദേശിച്ചു, ആദേശിച്ചു, പറഞ്ഞയച്ചു എന്നാണ്. ആരോടുകൂടെ? സഹസൃഞ്ജയൈഃ. സൃഞ്ജയന്മാരെന്ന ബന്ധുക്കളായ രാജാക്കന്മാരോടുകൂടെ ദക്ഷിണ ദിക്കിലേക്ക് സഹദേവനെ നിയോഗിച്ചു. ദിശി പ്രതീച്യാം നകുലം. പ്രതീച്യാം ദിശി, പ്രതീചി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്.
പടിഞ്ഞാറേ ദിക്കിലേക്ക് നകുലനെ അയച്ചു. നാലാമനായിട്ടുള്ള നകുലനെ അയച്ചു. ആ നകുലനെ ആരോട് കൂടിയിട്ടാണ് അയച്ചത് എന്ന് സൂചിപ്പിക്കാൻ മത്സ്യൈഹി കേകയൈ സഹ മദ്രകൈഹി എന്ന് ക്രമത്തിൽ 3 ബന്ധുരാജാക്കന്മാരുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്. മത്സ്യന്മാരെന്ന് പറഞ്ഞാൽ വിരാടദേശവാസികളാണ്. അപ്പൊ വിരാട രാജാവ് തന്നെയാണ് മത്സ്യവംശത്തിലെ രാജാവ്. അപ്പോൾ ആ വിരാട രാജാവ് ബന്ധുവാണ്. അഭിമന്യുവിന്റെ അമ്മായി അച്ഛനാണ് വിരാട രാജാവ്, അല്ലേ? അപ്പൊ അർജുനന്റെ സംബന്ധിയാണ്. അങ്ങനെയുള്ള ആ മത്സ്യരാജ വംശത്തോടുകൂടെ അവരുടെ സൈന്യത്തോടുകൂടെ പ്രതീച്യാം ദിശി നകുലം, പ്രതീചി ദിക്കിലേക്ക് നകുലനെ നിയോഗിച്ചു. ഉദീച്യാം സവ്യസാചിനം, ഉദീചി എന്ന് പറഞ്ഞാൽ വടക്ക്, ഉദങ് എന്നുള്ള ദിക്കാണ് വടക്ക്. അപ്പൊ അതിന് ഉദീചി എന്നും പറയും. അപ്പൊ വടക്കേ ദിക്കിലേക്ക് സവ്യസാചി എന്ന് പറഞ്ഞാൽ സകലകലാ വല്ലഭൻ അർജുനൻ, ഇടത് കൈകൊണ്ടും ഒരുപോലെ അസ്ത്രത്തെ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവൻ. അങ്ങനെയുള്ള അർജുനനെ വടക്ക് ദിക്കിലേക്ക് ആരുടെ കൂടെ കേകയൈ സഹ എന്നെടുക്കണം, റെസ്പെക്റ്റീവ്ലി കണക്ട് ചെയ്യണം. അപ്പോ പ്രതീച്യാം ദിശി നകുലം മത്സ്യൈഹി സഹ, ഉദീച്യാം ദിശി സവ്യസാചനം കേകയൈഹി സഹ, പ്രാച്യാം മൃഗോദരം മദ്രകൈഹി സഹ. പ്രാച്യാം ദിശി, പ്രാചി എന്ന് പറഞ്ഞാൽ പ്രാക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്. പ്രാചി ദിക്കിലേക്ക് കേകയന്മാരോടുകൂടി, കേകയ വംശന്മാരോടുകൂടിയിട്ട് മദ്രകന്മാരോടുകൂടി. മദ്രകന്മാരാരാണ്? മദ്രദേശം, നകുല സഹദേവന്മാരുടെ അമ്മാമന്മാര്, മാദ്രിയുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകളോടുകൂടെ കിഴക്ക് ദിക്കിലേക്ക് ഭീമസേനനെ, മൃഗോദരനെ, ചെന്നായുടെ വയറുപോലെ വയറുള്ളവൻ, നല്ല വിശപ്പുള്ളവൻ, എത്ര കഴിച്ചാലും ഒട്ടിയ വയറോടുകൂടിയവൻ എന്നൊക്കെ അർത്ഥമാണ് മൃഗോദര ശബ്ദം. ഭീമസേനന്റെ പര്യായമാണ്. അപ്പൊ ഭീമസേനൻ മദ്രദേശത്തെ രാജാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ ഭടന്മാരോടുകൂടെ സൈന്യത്തോടുകൂടെ കിഴക്ക് ദിക്കിലേക്കും പോയി. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ദിക്ക് ഏതാണ്? വടക്ക് ദിക്കാണ്. മറ്റു 3 ഇന്ദ്രപ്രസ്ഥം അഥവാ ഡൽഹി എന്ന് നോക്കിയാൽ, ഇന്നത്തെ ഡൽഹിയാണ് അന്നത്തെ ഇന്ദ്രപ്രസ്ഥം. അപ്പൊ അവിടുന്ന് നോക്കിയാൽ കിഴക്ക് സമുദ്രം വേഗം ചെന്ന് ചേരും. തെക്ക് സമുദ്രം കന്യാകുമാരി വരെ എത്തിയാൽ സമുദ്രമായി. പടിഞ്ഞാറ് ഗുജറാത്ത് വരെ പോയാൽ സമുദ്രമായി. വടക്ക് സമുദ്രമില്ല, അതിങ്ങനെ മലകൾ താണ്ടി താണ്ടി ഹിമാലയമൊക്കെ കടന്ന്, അല്ലേ, ചൈനയിലും റഷ്യയിലും എന്ന് പറഞ്ഞ പോലെ ഉത്തര ദിക്കിലേക്ക് പോയാൽ കുറേ പോകാനുണ്ട്. എല്ലാ ദ്വീപുകളിലേക്കും പോകാം. അപ്പൊ ആ വടക്ക് ദിക്ക് നിയോഗിക്കപ്പെട്ടത് അർജുനനാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അത് കഴിഞ്ഞ് എന്തുണ്ടായി? തേ വിജിത്യ നൃപാൻ വീരാ ആജഹൃർദിഗ്ഭ്യ ഓജസ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപ യക്ഷ്യത്തെ. തേ വിജിത്യ നൃപാൻ വീരാഃ ആജഹൃർദിഗ്ഭ്യ ഓജസ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപ യക്ഷ്യത്തെ. തേ നൃപാൻ വിജിത്യ, തേ വീരാഹ നൃപാൻ വിജിത്യ. ആ വീരന്മാരായ 4 പേരും അവർ പോയ വഴിയിലുള്ള രാജാക്കന്മാരെയൊക്കെ ജയിച്ചു. നൃപാൻ വിജിത്യ ദിഗ്ഭ്യ ഓജസ ഭൂരിദ്രവിണമാജഹ്രുഹു. എല്ലാ ദിക്കുകളിൽ നിന്നും അവരുടെ ഓജസ് കൊണ്ട്, അവരുടെ പ്രഭാവം കൊണ്ട് ധാരാളം ദ്രവിണം, അനേക സമ്പത്ത്, പല രീതിയിലുള്ളതായിട്ടുള്ള അമൂല്യ വസ്തുക്കള്, ധനം, ധാന്യം മുതലായതെല്ലാം സംഭരിച്ചു കൊണ്ടുവന്നു. വിശിഷ്ട വസ്തുക്കൾ എന്തൊക്കെ വേണോ എല്ലാം അവരവിടുന്ന് സമ്പാദിച്ചു കൊണ്ടുവന്നു. ഭൂരിദ്രവിണം ആജഹ്രു ആഹരിച്ചു കൊണ്ടുവന്നു. ആർക്കായിക്കൊണ്ട്? യക്ഷ്യത്തെ അജാതശത്രവേ, യക്ഷ്യത്തെ അജാതശത്രവേ, അജാതശത്രുവിനായിക്കൊണ്ട്. എന്തു ചെയ്യുന്ന അജാതശത്രുവിന്? യജ്ഞം ചെയ്യുന്നവൻ ആയിട്ടുള്ള അജാതശത്രു. അതാണ് യക്ഷ്യത്തെ യക്ഷ്യത്തെ എന്നുള്ളത് വിശേഷണമാണ്. അജാതശത്രു യുധിഷ്ഠിരന്റെ പര്യായം വന്നു ചേർന്നതാണ്. എങ്ങനെയാ? ഇപ്പോ ദിഗ്വിജയത്തിന് ഇവര് 4 പേരും പോയപ്പോൾ ഞങ്ങൾ യുധിഷ്ഠിരന്റെ സഹോദരന്മാരാണ്,
ഞങ്ങളുടെ രാജാവ് യുധിഷ്ഠിരനാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദിഗ്വിജയം നടത്തുന്നത് എന്ന് പ്രഖ്യാപിക്കും. അല്ലെ, ഭേരി എല്ലാം മുഴക്കിക്കൊണ്ട് അതാത് രാജ്യാതിർത്തിയിൽ ചെന്ന്, അല്ലെങ്കിൽ അതാത് രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് ഇവര് അനൗൺസ് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ കീഴടങ്ങുക, അല്ലെങ്കിൽ യുദ്ധത്തിന് വരിക എന്ന് പ്രഖ്യാപിക്കും. അപ്പോ അവിടെയുള്ള രാജാക്കന്മാരാരും യുദ്ധത്തിന് തയ്യാറായില്ല. എല്ലാവർക്കും യുധിഷ്ഠിരനോട് ബഹുമാനവും യുധിഷ്ഠിരനോട് ഭയവും ആദരവും ഉണ്ടായി. അദ്ദേഹത്തോട് സാമന്ത രാജാക്കന്മാരായി തീർന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അജാത ശത്രുക്കളായി ആരും ഉണ്ടായില്ല. ശത്രുക്കളില്ലാത്തവൻ അജാതശത്രു. അങ്ങനെയുള്ള അജാതശത്രവേ യക്ഷത്തെ അജാതശത്രവേ ഭൂരിദ്രവിണം ആജഹ്രു, ധാരാളം ധനം സമ്പാദിച്ചു കൊണ്ടുവന്നു. ഹേ നൃപ. ഇവിടെ നൃപ എന്നുള്ളത് പരീക്ഷിത്ത് രാജാവിനെ സംബോധന ചെയ്തതാണ്. അല്ലയോ പരീക്ഷിത്ത് രാജാവെ, അങ്ങേക്കറിയാലോ, അങ്ങും അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വടക്ക് ദിക്കിലേക്ക് പോയ അർജുനനാണ് ഏറ്റവും അധികം ധനം സമ്പാദിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധനഞ്ജയൻ എന്നും വിജയൻ എന്നൊക്കെ പേരുണ്ടായി. എന്തായാലും തുടരാം. ശ്രുത്വാചിതം ജരാസന്ധം നൃപതേർദ്ധ്യായതോ ഹരിഹി ആഹോപായം തമേവാദ്യ ഉദ്ധവോ യമുവാചഃ. ശ്രുത്വാചിതം ജരാസന്ധം നൃപതേർദ്ധ്യായതോ ഹരിഹി ആഹോപായം തമേവാദ്യ ഉദ്ധവോ യമുവാചഃ. അപ്പൊ ദിഗ്വിജയമൊക്കെ കഴിഞ്ഞു വന്നു. സഭ കൂടി, എല്ലാവരും കൂടി ആലോചനയായി. എന്തൊക്കെയായി, എവിടെയൊക്കെ പോയി, ഏതൊക്കെ രാജാക്കന്മാരെ ജയിച്ചു, ഇനി ആരെങ്കിലും ജയിക്കാൻ ബാക്കിയുണ്ടോ, ഇങ്ങനെയുള്ള ചർച്ചകൾ സഭയിൽ നടക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരുടെയും പേര് പറഞ്ഞു, എക്സെപ്റ്റ് ജരാസന്ധ. ജരാസന്ധൻ ഒഴികെ ബാക്കിയുള്ള രാജാക്കന്മാരുടെയൊക്കെ പേര് ഈ 4 സഹോദരന്മാരും പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ചോദിച്ചു കാണും, അല്ല, മഗധ ദേശത്തിൽ ജരാസന്ധനെ ആരാ ജയിച്ചത്? അപ്പൊ ഭീമസേനാണ് ആ വഴിക്ക് പോകേണ്ട ആള്. ഭീമസേനൻ ആ വഴിക്ക് പോയിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ശ്രുത്വാ അജിതം ജരാസന്ധം. ജരാസന്ധം അജിതം ശ്രുത്വാ. ജരാസന്ധൻ അജിതനാണെന്ന് കേട്ടിട്ട്, ജയിക്കപ്പെട്ടിട്ടില്ല എന്ന് കേട്ടിട്ട്, ധ്യായതോ നൃപതേഹേ ഹരിഹി ആഹ ഉപായം. അപ്പൊ ഈ രാജാവ് നൃപതി ഉപായം ചിന്തിക്കുകയാണ്. ധ്യായതോ, ചിന്തിക്കുന്നതായിട്ടുള്ള നൃപതേഹേ ഹരിഹി ഉപായം ആഹ. ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെ ഉപായം പറഞ്ഞു കൊടുത്തു. തമേവ. ഏതുപായമാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആദ്യനായ ഭഗവാൻ തമേവ ഉപായം ആഹ. ആ ഉപായം തന്നെ പറഞ്ഞു എന്നുള്ള. ഏതു ഉപായം? യം ഉദ്ധവ ഉവാച. ഏതൊരു ഉപായമാണോ ഉദ്ധവൻ പറഞ്ഞത്, അതേ ഉപായത്തെ ഭഗവാൻ ഈ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. ഹാ എന്നുള്ളത് ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ സർവശക്തനായിട്ട് പോലും ഭഗവാന് തന്നെ ഈ ഉപായമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ആ ഉദ്ധവന്റെ ഉപദേശത്തെ അദ്ദേഹം ബഹുമാനിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് അതിനെ തന്നെ എടുത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഒരു രാജാക്കന്മാര് എങ്ങനെയായിരിക്കണം മന്ത്രിമാരോട് ആലോചിച്ചു വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ അവർ ശക്തരാണെന്ന് കരുതി സ്വതന്ത്രമായ ഓരോ തീരുമാനങ്ങൾ എടുത്താൽ ചിലപ്പോൾ അവരുടെ നോട്ടപ്പെശകുകൾ കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പൊ എപ്പോഴും ഒരു മന്ത്രണം ചെയ്യാൻ സാമർഥ്യമുള്ള മന്ത്രി രാജാക്കന്മാർക്ക് ഉണ്ടായിരിക്കണം. മറ്റ് ഓരോ വിഷയങ്ങളിലും പ്രത്യേകം മന്ത്രിമാരുള്ളത് നല്ലതാണ്. അവരുടെയൊക്കെ ഉപദേശങ്ങൾ അനുസരിച്ച് വേണം ഒരു രാജാവ് പ്രവർത്തിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഉദ്ധവന്റെ വാക്കിനെ ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞു. ഉദ്ധവൻ പറഞ്ഞ അതേ ഉപായത്തെ ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു. ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യതഃ. ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ
ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യതഃ. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഉപദേശത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. എന്താ ചെയ്തത്? ഹേ താത, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, വത്സലനായ ശിഷ്യ, പുത്ര എന്നൊക്കെ അർത്ഥത്തില് ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്തതാണ് താത. എന്താ? ഭീമസേന, അർജുന, കൃഷ്ണ ത്രയ ബ്രഹ്മലിംഗധരാഹ ത്രയ. അപ്പൊ ബ്രഹ്മലിംഗധരാഹ എന്ന് പറഞ്ഞാലോ, ബ്രഹ്മലിംഗം, ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യ ലക്ഷണങ്ങളാണ്, അടയാളങ്ങളാണ്. എന്തിന്റെ അടയാളം? ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ അടയാളങ്ങൾ. അപ്പൊ ബ്രാഹ്മണനെ പോലെ വേഷം കെട്ടിയിട്ട് എന്നർത്ഥം. അപ്പൊ ബ്രാഹ്മണരെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നതായിട്ടുള്ള വേഷമെല്ലാം കെട്ടിയിട്ട് അടയാളങ്ങളെല്ലാം കൊണ്ടുപോയതായിട്ട് ബ്രഹ്മലിംഗധരാഹ ത്രയ. ത്രയ 3 പേര്. ആരൊക്കെയാണ്? ഭീമസേനൻ, അർജുനൻ, കൃഷ്ണൻ എന്ന 3 പേര്. ജഗ്മുഹു, ജഗ്മുഹു ഗമിച്ചു. ജഗാമ ഏകവചനം, ജഗ്മുഹു ബഹുവചനം. എവിടേക്ക്? ഗിരിവ്രജം. ഗിരിവ്രജം എന്നുള്ളത് മഗധദേശത്തിന്റെ തലസ്ഥാനമാണ്. മഗധം എന്നുള്ളത് രാജ്യമാണ്, അതിന്റെ തലസ്ഥാന നഗരിയാണ് ഗിരിവ്രജം. ആ ഗിരിവ്രജത്തിലേക്ക് എന്തിനാ? ആരെ കാണാനാ? ബൃഹദ്രഥസുതോ യതഃ. യതഃ എവിടെയാണോ ബൃഹദ്രഥസുതൻ ഉള്ളത്. അപ്പൊ നമ്മുടെ ജരാസന്ധന്റെ അച്ഛന്റെ പേരാണ് ബൃഹദ്രഥൻ എന്നുള്ളത്. അപ്പൊ ബൃഹദ്രഥന്റെ പുത്രൻ എവിടെയുണ്ടോ അവിടേക്ക് ചെന്നു എന്നാണ്. അപ്പൊ ജരാസന്ധന്റെ രാജധാനിയായ ഗിരിവ്രജത്തിലേക്ക് 3 പേരും കൂടി ചെന്നു. തേ ഗത്വാദിത്യവേലായാം ഗൃഹേഷു ഗൃഹമേദിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിനഃ. തേ ഗത്വാദിത്യവേളായാം ഗൃഹേഷു ഗൃഹമേധിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിനഃ. തേ ഗത്വ അവർ ഗമിച്ചു. ഏത് സമയത്ത്? ആദിത്യവേളായാം. ആദിത്യവേള എന്ന് പറഞ്ഞാല് ആരാണ് ഇവിടെ? ഗൃഹസ്ഥനാണ്. അതാണ് ഗൃഹമേദിനം. ഗൃഹമേധി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിക്കുന്നവനായിട്ടുള്ള. എവിടെ? ഗൃഹത്തിൽ. അപ്പൊ ഗൃഹങ്ങളിൽ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ജരാസന്ധൻ ആദിത്യവേള എന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് ചെല്ലുന്നത്. ആദിത്യവേള എന്ന് പറയുമ്പോൾ തന്റെ ഗൃഹത്തിലേക്ക് അതിഥികൾ വന്ന് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ അവർക്ക് ദാനം കൊടുത്ത് സഹായിക്കുന്നതായിട്ടുള്ള വേള, ദാനവേള എന്ന അർത്ഥം തന്നെയാണ്. അങ്ങനെയുള്ള ആദിത്യവേളയിൽ ഇവൻ ആരാണ്? ബ്രഹ്മണ്യം. ജരാസന്ധനെ വിശേഷിപ്പിച്ചു ആള് മോശക്കാരനൊന്നുമല്ല, ബ്രാഹ്മണരെ ബഹുമാനിക്കുന്ന ആളാണെന്ന് സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മണ്യനാണ്. അപ്പൊ ബ്രഹ്മണ്യനായ ഗൃഹസ്ഥാശ്രമിയായ ആ ജരാസന്ധന്റെ അടുത്തേക്ക് ബ്രഹ്മലിംഗികളായിട്ട്, ബ്രഹ്മലിംഗികൾ ബ്രാഹ്മണ വേഷധാരികളായിട്ട് രാജന്യാഹ, യഥാർത്ഥത്തിൽ ഇവര് രാജാക്കന്മാരാണ്, ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയന്മാരായ 3 പേരും ബ്രഹ്മവേഷം ധരിച്ചുകൊണ്ട് ചെന്നു. സമയാചേരൻ, സമ്യക് അയാചേരൻ, യാചിച്ചു എന്നർത്ഥം. 3 പേരും കൂടി ചെന്ന് ഈ ബ്രഹ്മണ്യനായിട്ടുള്ള ജരാസന്ധന്റെ അടുത്ത് ചെന്ന് ഉചിതമായ രീതിയിൽ സമ്യക്കായിട്ട് യാചിച്ചു എന്ന് പറയാണ്. സമയാചേരൻ. രാജൻ വിദ്യതിഥീൻ പ്രാപ്താൻ അർത്തിനോ ദൂരമാഗതാൻ തന്നഃ പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ. രാജൻ വിദ്യതിഥീൻ പ്രാപ്താൻ അർത്തിനോ ദൂരമാഗതാൻ തന്നഃ പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ. 3 പേരും ചെന്ന് ജരാസന്ധനെ സംബോധന ചെയ്യണ. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, ദൂരമാഗതാൻ അർത്തിനഃ പ്രാപ്താൻ അതിഥീൻ നഃ വിദ്ധി. നഃ അതിഥീൻ വിദ്ധി. ഞങ്ങളെ അതിഥികളായിട്ട് അങ്ങ് അറിഞ്ഞാലും. എന്താ അതിഥി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? ഗസ്റ്റ് എന്നല്ല, തിഥി നോക്കാതെ വരുന്നവർ.
തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി. അപ്പൊ ആരാണ് തിഥി നോക്കാതെ വരിക? ആവശ്യക്കാരന് ഔചിത്യമില്ല. നല്ല ദിവസം നോക്കി തിഥിയൊക്കെ നോക്കി മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വന്നിട്ടല്ല അത്യാവശ്യക്കാര് ഓരോ കാര്യങ്ങൾക്ക് അപേക്ഷിക്കുക. അവർ എമർജൻസിയിൽ വന്നവരാണ്. അങ്ങനെ എമർജൻസിയിൽ വരുന്നവരെയാണ് യഥാർത്ഥത്തിൽ അതിഥി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് പരിചയമുള്ളവരല്ല, ബന്ധുക്കളല്ല, ആരുമല്ല, അത്യാവശ്യക്കാരാണ്. ഇതാണ് അതിഥി ശബ്ദത്തിന്റെ അർത്ഥം. അത്യാവശ്യമായി സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെയാണ് സംസ്കൃതത്തിലെ അതിഥി ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങള് ദൂരം ആഗതാൻ, വളരെ ദൂരെ നിന്ന് വന്നു ചേർന്നവരും അർത്തിനഹ പ്രാപ്താൻ, അർത്തികളായിട്ട് പ്രാപിച്ചവരാണ്. അർത്തികളെന്നാൽ എന്തോ കാര്യം യാചിച്ചുകൊണ്ട് അങ്ങയിൽ നിന്ന് കാര്യസാധ്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് വന്നവരായിട്ടുള്ളവരാണ്, പ്രാപ്തന്മാരാണ്. അതിഥീൻ നഹ വിദ്ധി നഹ അസ്മാൻ, ഞങ്ങളെ അതിഥികളായിട്ട് അറിഞ്ഞാലും ആവശ്യക്കാരായിട്ട് അറിഞ്ഞാലും. എന്നിട്ടോ യത് വയം കാമയാമഹേ തത് പ്രയച്ഛ, യത് വയം കാമയാമഹേ, എന്താണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാമിക്കുന്നത്, തത് പ്രയച്ഛ, അതിനെ അങ്ങ് നൽകിയാലും. ഞങ്ങൾ എന്ത് കാമിക്കുന്നുവോ അതിനെ നൽകിയാൽ, എന്താണെന്നൊന്നും വൃത്തിയായിട്ട് പറയുന്നില്ല. എന്തിനാച്ചാൽ അദ്ദേഹം ബ്രഹ്മണ്യനാണ്. അതുകൊണ്ട് തന്നെ മഹാബലി വാക്ക് പറഞ്ഞതുപോലെ വാക്ക് പറയും എന്ന് കരുതിക്കൊണ്ട്. ഇനി യുദ്ധം നേരിട്ട് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് യുദ്ധം തരൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സംശയം ജനിപ്പിക്കും. അപ്പൊ ഇല്ല എന്ന് പറയും. അപ്പൊ ഇല്ല എന്ന് പറയരുത്. ഭഗവാന്റെ ഉദ്ദേശ്യം അതാണ്. ഇവൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചയക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ പറയണോ ആ രീതിയിൽ സംസാരിക്കാൻ ഭഗവാൻ മിടുക്കനാണ്. അർജുനനും മോശക്കാരനല്ല. അപ്പൊ 3 പേരും കൂടി ചട്ടം കെട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിനെ അങ്ങ് നൽകിയാലും തേ ഭദ്രം, അങ്ങേക്ക് മംഗളം ഭവിക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടതിനെ ഞങ്ങൾക്ക് നൽകിയാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് മംഗളം ഭവിക്കും. അതുകൊണ്ട് മനസ്സ് വയ്ക്കൂ, ഞങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരൂ, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യൂ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പ്രശംസിക്കുന്നു. എന്തിന്? നമ്മുടെ വാമനമൂർത്തി മഹാബലിയെ പ്രശംസിച്ചില്ലേ? വാക്ക് മാറാതിരിക്കാൻ, ഇല്ല എന്ന് പറയാതിരിക്കാൻ. അപ്പോ ഇദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. കിം ദുർമർഷം തിദിക്ഷൂണാം കിം അകാര്യം അസാധുഭിഹി കിം അദേയം വദാന്യാനാം കഫ് പരസ്സമദർശിനാം. കിം ദുർമർഷം തിദിക്ഷൂണാം കിം അകാര്യമസാധുഭിഹി കിം നദേയം വദാന്യാനാം കഫ് പരസ്സമദർശിനാം. അപ്പൊ നമ്മളും ഏത് കാര്യം സാധിക്കാൻ പോകുമ്പോഴും ആദ്യം ആ കാണുന്ന ആളെ നന്നായിട്ടൊന്ന് പ്രശംസിക്കണം. അങ്ങനെയായാൽ അവര് അനുകൂലമായി തീരും. അവർക്ക് പിന്നെ ഇല്ല എന്ന് പറയാൻ മടിയുണ്ടാവും. നല്ല പേരൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശംസിച്ചു കഴിഞ്ഞാൽ അവരും പൊങ്ങി പൊങ്ങി പോകും. കൂട്ടത്തിൽ അവരുടെ പൊങ്ങച്ചവും കുറച്ച് കേൾക്കുക. അവരും നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അവരും കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പം അതൊക്കെ കേട്ടുകൊണ്ടിരുന്നാലോ തീർച്ചയായിട്ടും അവർക്ക് തരാതിരിക്കാനാവില്ല, ഇല്ല എന്ന് പറയാനാവില്ല. അപ്പൊ അതിനു വേണ്ടി ഇതാ ഭഗവാൻ പ്രയോഗിക്കുകയാണ്. തിദിക്ഷൂണാം ദുർമർഷം കിം, അങ്ങേ പോലെയുള്ള തിദിക്ഷുക്കൾക്ക്, തിദിക്ഷു എന്ന് പറഞ്ഞാൽ തിദിക്ഷയുള്ളവൻ, തിദിക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷമാശീലം, സഹനശക്തി. അപ്പൊ അങ്ങേ പോലെ ചെറിയ കാര്യങ്ങളെയൊക്കെ അവഗണിക്കുന്ന, എല്ലാം നിസ്സാരമായി കാണാൻ കഴിവുള്ളവരാണ് തിദിക്ഷുക്കൾ. തിദിക്ഷ എന്ന് പറഞ്ഞാൽ ത്യജിക്കുവാനുള്ള ക്ഷമതയാണ്, നിസ്സാര കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള സാമർഥ്യമാണ്. അപ്പൊ ഈ ലൗകികമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിസ്സാരം തന്നെയാണ് വാസ്തവത്തിൽ. അവനവന്റെ ദേഹമടക്കം നിസ്സാരമാണ്, എല്ലാം നശിക്കുന്നതാണ്, നശ്വരമാണ്. നമ്മുടെ ദേഹം കൊണ്ട് ആർക്കെങ്കിലും ഇപ്പൊ പ്രയോജനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം.
അല്ലേ, പരോപകാരാർത്ഥം ഇതം ശരീരം. കാരണം ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് നമ്മൾ ഇല്ല എന്ന് പറയുകയും അടുത്ത നിമിഷം നമ്മൾ മരിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ ഈ ശരീരത്തെ നമ്മൾ കാത്തു രക്ഷിച്ച് സംരക്ഷിച്ചിട്ട് അതിനെ എന്നേക്കുമായി രക്ഷിക്കാൻ കഴിയുമോ? അടുത്ത നിമിഷം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോകാം, ഒരു ആക്സിഡന്റ് സംഭവിക്കാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, അല്ലേ? ഇന്നലെ ഒരു ബസ്സിൽ യാത്ര ചെയ്ത, ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തവര് സുഖമായി ടിക്കറ്റും എടുത്ത് വണ്ടി കയറിയിരുന്ന് ഉറങ്ങിയവരാണ്. രാത്രിയിലാണ് ഉറങ്ങിക്കൊടുക്കുന്നതായിട്ടുള്ളവരാണ് ആ വണ്ടി തീപിടിച്ച് 32 പേരോളം മരിച്ചത്. എത്ര പെട്ടെന്നാണ് സംഭവിച്ചത്, അവരൊന്നും പ്രതീക്ഷിച്ചതല്ലല്ലോ. ഇതുപോലെ ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കരുത്. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുന്നതും ആപത്ത് വരാനുള്ളതൊക്കെ വഴിമാറിപ്പോകുന്നതും എല്ലാം. നേരെ മറിച്ച് നമ്മൾ ഇല്ല, ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറിയാൽ ഉടനെ തന്നെ ഏതെങ്കിലും രീതിയിൽ ആപത്ത് വരാം, മരണം സംഭവിക്കാം. ഈ ശരീരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അതുപോലെ ധനം നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഏത് കാര്യവും ആർക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് തൽക്കാലം അവരെ സഹായിക്കാൻ സാധിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. തിദിക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിസ്സാരമായി കാണാനുള്ള കഴിവാണ് തിദിക്ഷ. ഏത് സംഭവത്തെയും നിസ്സാരമായി കാണാൻ കഴിയണം. എത്ര വലിയ നഷ്ടം വന്നാലും അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വലിയ നഷ്ടമായിരിക്കാം. യഥാർത്ഥത്തിൽ തിദിക്ഷയുള്ള ഒരാളെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമാണ്. അത് അവന്റെ ആ ഒരു വികാസത്തിന്റെ ഒരു തലമാണ്. നിസ്സാരമായി കണ്ട് ഉപേക്ഷിക്കുവാനുള്ള സാമർഥ്യം, അതാണ് തിദിക്ഷ. തെക്തും ക്ഷമത. അപ്പൊ ഇവിടെ പ്രശംസിക്കണം, അങ്ങയെപ്പോലെയുള്ള തിദിക്ഷുക്കൾക്ക്, അതിഗംഭീരന്മാർക്ക്, എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായി കാണുന്ന മഹാത്മാക്കളായ അങ്ങയ്ക്ക് ദുർമർഷം കിം, ദുർമർഷം മർഷിക്കാൻ കഴിയാത്തത്, സഹിക്കാൻ കഴിയാത്തത് എന്താണ്? ഏതും സഹിക്കാം, എത്ര വലിയ നഷ്ടങ്ങളും സഹിക്കാൻ ശക്തിയുള്ളവരാണ് നിങ്ങളെപ്പോലെയുള്ളവർ. അസാധുഭിഹി അകാര്യം കിം, അസാധുക്കളായിട്ടുള്ള ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? അവർ എന്തു കുരുത്തക്കേടും ഏത് ദുഷ്ടകർമ്മവും ചെയ്യും. അപ്പൊ അങ്ങ് അസാധു അല്ല. അസാധുക്കൾ ഏത് ദുഷ്ടകർമ്മവും ചെയ്യും. വദാന്യാനാം ന ദേയം കിം, വദാന്യന്മാരെന്ന് പറഞ്ഞാൽ ദാനശീലന്മാര്, നന്നായി കൊടുത്ത് ശീലമുള്ളവർ. അങ്ങനെ കൊടുത്ത് ശീലം ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് ന ദേയം കിം, കൊടുക്കാൻ പാടില്ലാത്തത് എന്താണുള്ളത്, കൊടുക്കാൻ വയ്യാത്തതായിട്ട് എന്താണുള്ളത്, എന്ത് ചോദിച്ചാലും കൊടുക്കും. അങ്ങനെയുള്ളവരാണ് വദാന്യന്മാര്, ദാനശീലന്മാര്. സമദർശിനാം പരഹ കഹ, എല്ലാവരിലും സമത്തെ ദർശിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് പരൻ അഥവാ ശത്രു എവിടെ, ആര്? അപ്പൊ സമദർശികൾക്ക് ശത്രുക്കളും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള യോഗ്യതകളൊക്കെ ഉള്ള ആളാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ശത്രുക്കളായി കാണരുത്. അങ്ങ് ദാനശീലനാണ്, അങ്ങ് അസാധു അല്ല, സാധുവാണ്, അങ്ങ് തിദിക്ഷുവാണ്. അതുകൊണ്ട് ഏത് കാര്യവും നിസ്സാരമായി കാണാനും ക്ഷമിക്കാനുള്ള ശക്തിയുള്ള ആളാണ്. യോ അനിത്യേന ശരീരേണ സതാം ഗേയം യശോ ധ്രുവം നാചിനോതി സ്വയം കൽപഃ സവാച്യഃ ശോച്യഃ ഏവ സഃ. യോ അനിത്യേന ശരീരേണ സതാം ഗേയം യശോ ധ്രുവം നാചിനോതി സ്വയം കൽപഃ സവാച്യഃ ശോച്യ ഏവ സഃ. യഹ സ്വയം കൽപഃ, ആരാണോ സ്വയം ശക്തിയുള്ളവനായിരുന്നിട്ട് സാമർഥ്യമുള്ളവനായിട്ട് അനിത്യേന ശരീരേണ സതാം ഗേയം ധ്രുവം യശഃ ന ആചിനോതി, ഈ അനിത്യമായ ശരീരം കൊണ്ട്, കാരണം എപ്പോ വേണമെങ്കിൽ നശിച്ചു പോകുന്നതാണ് ഈ ശരീരം, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമുണ്ടാകുമെന്നുള്ള ഭയമാണ് ആളുകളെ സങ്കുചിത ചിന്തയുണ്ടാക്കുന്നത്.
എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു ശങ്കയുമില്ലാത്ത ആളുകൾക്ക് ഇത് അനിത്യമാണ്, ഇത് എപ്പോൾ വേണമെങ്കിൽ നശിക്കാവുന്നതാണ്, ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല, ഭയപ്പെട്ടിട്ടും കാര്യമില്ല. ഭയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇതിന് ആപത്ത് വരാതിരിക്കുമോ? ഇതിന് മരണം സംഭവിക്കാതിരിക്കുമോ? അപ്പോൾ ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. അതുകൊണ്ട് അനിത്യമായ ശരീരം കൊണ്ട് അനിത്യേന ശരീരേണ സതാം ഗേയം ധ്രുവം യശഃ ന ആചിനോതി. സജ്ജനങ്ങളാൽ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ശാശ്വതമായ യശസ്സിനെ സമ്പാദിക്കാതിരിക്കുന്നത്, ആചിനോതി എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, ന ആചിനോതി സമ്പാദിക്കാതിരിക്കുന്നതാരാണോ? അപ്പൊ ഈ ശരീരം കൊണ്ട് യശസ്സിനെ സമ്പാദിക്കുകയാണ് വേണ്ടത്. ആ യശസ്സേ ബാക്കി നിൽക്കുകയുള്ളൂ. നമ്മൾ ശരീരം വീണുപോയാലും യശശരീരന്മാരായിരിക്കും. യശസ് ഇവിടെ ഈ ലോകത്തിൽ നമ്മളുടെ മൂർത്തിയായിട്ട് എല്ലാവരാലും സ്മരിക്കപ്പെടും. അപ്പോൾ യശസ്സിനെ സമ്പാദിക്കുകയാണ് വിവേകമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ ഈ അനിത്യമായ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ഇതിനു വേണ്ടി സ്വാർത്ഥന്മാരായി തീരുകയല്ല, സങ്കുചിത ഭാവം ഉണ്ടാവുകയല്ല വേണ്ടത്. അങ്ങനെയുള്ള ആരാണോ ചെയ്യാതിരിക്കുന്നത്, സമ്പാദിക്കാതിരിക്കുന്നത്, സഹ വാച്യഃ, അവനെക്കുറിച്ച് വാച്യൻ എന്ന് പറഞ്ഞാൽ നിന്ദാവചനങ്ങൾക്ക് യോഗ്യൻ. അവനെക്കുറിച്ച് പറയേണ്ടതാണ് എന്ത്? നല്ല തെറി, നല്ല ചീത്ത, നല്ല നിന്ദ. അവൻ എല്ലാവരാലും വചിക്കപ്പെടും, എല്ലാവരാലും പറയപ്പെടും. എന്ത് പറയപ്പെടും? കൊള്ളരുതാത്തവൻ എന്ന് പറയപ്പെടും. അതാണ് സ വാച്യഃ സയേവ ശോച്യഃ. അവൻ തന്നെയാണ് സിമ്പതിക്ക് പാത്രം. കാഷ്ടം. കൃപണഃ, കൃപണൻ എന്നാൽ ദരിദ്രൻ എന്നും പിശുക്കൻ എന്നും ഒക്കെ അർത്ഥം. അപ്പോ ദാരിദ്ര്യം, മനസ്സിന്റെ ദാരിദ്ര്യം കൊണ്ടാണ് പിശുക്കുണ്ടാവുന്നത്. മനസ്സിന്റെ ദാരിദ്ര്യമാണ് പിശുക്കിന്റെ കാരണം. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും തനിക്ക് മാത്രം എന്നുള്ള കരുതലാണ് കൃപണത, അല്പത്തരം. അപ്പൊ അവൻ ശോച്യനാണ്, അവൻ സിമ്പതിക്ക് വിഷയമാണ്, സിമ്പതിക്ക് പാത്രമാണ്. അവനെക്കുറിച്ച് സജ്ജനങ്ങൾ ദുഃഖിക്കുന്നു. അയ്യോ, നല്ലൊരു ശരീരം കിട്ടി, നല്ലൊരു അവസരം കിട്ടി സേവ ചെയ്യാനായിക്കൊണ്ട്, എന്നിട്ടും അവനത് ഉപയോഗിക്കുന്നില്ലല്ലോ, കഷ്ടം തന്നെ എന്ന് ആളുകൾ അവനെക്കുറിച്ച് ശോചിക്കും. ശോച്യഃ സയേവ ശോച്യഃ, അവൻ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടാനും അനുശോചിക്കാനും യോഗ്യനായിത്തീരും. അതുകൊണ്ട് അങ്ങനെ ആയിത്തീരരുത് എന്ന് ജരാസന്ധനെ സൂചിപ്പിക്കുകയാണ്. ജരാസന്ധന്റെ ഉള്ളിൽ അഭിമാനത്തെ വളർത്തുകയാണ്. കുറച്ച് ദൃഷ്ടാന്തങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഹരിശ്ചന്ദ്രോരന്തിദേവഃ ഉഞ്ചവൃത്തിഃ ശിബിർബലി വ്യാദഃ കപോതോ ബഹവോ ഹ്യദ്രുവേണ ധ്രുവം ഗദാഃ. ഹരിശ്ചന്ദ്രോരന്തിദേവഃ ഉഞ്ചവൃത്തിഃ ശിബിർബലിഃ വ്യാദഃ കപോതോ ബഹവോ ഹ്യദ്രുവേണ ധ്രുവം ഗദാഃ. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ദാനശീലന്മാരായ, സ്വന്തം പ്രാണനെ പോലും ദാനം ചെയ്തവരായ മഹാത്മാക്കളെ കുറിച്ചാണ് ഇവിടെ എണ്ണി പറയുന്നത്. ഹരിശ്ചന്ദ്രൻ, എല്ലാവർക്കും അറിയാം ഹരിശ്ചന്ദ്രന്റെ ആ സത്യം പാലിക്കൽ, വാക്ക് പാലിക്കൽ, അതിനുവേണ്ടി എന്തും ത്യജിക്കുന്നവർ. സത്യസന്ധനായി തൻ്റെ പ്രാണനെ പോലും ഉപേക്ഷിക്കാൻ, തൻ്റെ ബന്ധുക്കളെ, തൻ്റെ ഭാര്യയെ, മകനെ ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഹരിശ്ചന്ദ്രൻ. അതുപോലെ രന്തിദേവന്റെ കഥ നമ്മൾ നവമസ്കന്ധത്തിൽ കണ്ടു. എല്ലാ പ്രാണികളുടെയും എല്ലാ പീഡകളും എനിക്ക് തരൂ ഭഗവാനെ, എല്ലാവരും ദുഃഖമില്ലാത്തവരായി തീരണേ എന്ന് പ്രാർത്ഥിച്ച രന്തിദേവൻ. അതുപോലെ ഉഞ്ചവൃത്തി എന്നാണ്. ഉഞ്ചവൃത്തി എന്നത് മുദ്ഗലൻ എന്ന ഒരാളുടെ പേരാണ്. ഉഞ്ചവൃത്തി കൊണ്ട് ജീവിതം നയിച്ച ആള്. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലത്തും മറ്റുമൊക്കെ കൊഴിഞ്ഞു വീണ ധാന്യങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് തൻ്റെ ഉപജീവനം നടത്തുക, അതിൽ നിന്ന് അദ്ദേഹം സമൂഹത്തിന് ദാനം ചെയ്യുക, ആവശ്യക്കാർക്ക്, അത്യാവശ്യക്കാർക്ക് സഹായം ചെയ്യുക മുതലായത് ചെയ്തതായിട്ടുള്ള ഒരു മഹാത്മാവാണ് മുദ്ഗലൻ.
അദ്ദേഹം ഉഞ്ചവൃത്തി കൊണ്ട് ജീവിച്ചു. അതുപോലെ ശിബി ചക്രവർത്തി അല്ലേ, തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് ഒരു പ്രാവിന് പകരം പരുന്തിന് കൊടുത്ത കഥയെല്ലാം നമുക്കറിയാം. അതുപോലെ ബലിഹി, മഹാബലിയുടെ കഥ നമുക്കറിയാം. സത്യം പാലിക്കാനായിക്കൊണ്ട് തൻ്റെ ശിരസിനെ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചവൻ. അതുപോലെ വ്യാധൻ ഒരു എന്താ പറയുക, ഒരു വേടനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷണമായിട്ട് സൂചിപ്പിക്കുന്നു, ദൃഷ്ടാന്തമായി പറയുന്നു. കപോതത്തിൻ്റെ കഥ നമ്മൾ ഏകാദശ സ്കന്ധത്തില് അവധൂത ഗീതയിൽ കാണാം അല്ലേ. ഒരു പ്രാവ്, ഒരു വേടൻ തൻ്റെ ഇണയെയും കുട്ടികളെയും ഭക്ഷിച്ചിട്ടും വിശപ്പടങ്ങാതിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആ അഗ്നിയിൽ സമർപ്പിച്ച് ഭക്ഷണമായി തീർന്ന കപോതത്തിൻ്റെ കഥ. അങ്ങനെ ബഹവഹ ഒരുപാട് മഹാത്മാക്കൾ അധ്രുവേണ ധ്രുവം ഗതാഹ, അധ്രുവമായ ശരീരം കൊണ്ട് ധ്രുവമായ യശസ്സിനെ പ്രാപിച്ചവരാണവർ. ഈ ശരീരം അധ്രുവമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ധനമെല്ലാം അധ്രുവമാണ്, നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നതെല്ലാം അധ്രുവമായിട്ടുള്ളതാണ്, ഭാര്യ മക്കള് എല്ലാം അധ്രുവങ്ങളാണ്. അപ്പൊ അധ്രുവമായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ധ്രുവമായ യശസ്സിനെ പ്രാപിച്ചവരാണ് ഈ പറയുന്ന ആളുകളെല്ലാം. അപ്പൊ നമ്മൾക്കും ഈ ഒരു ദൃഷ്ടി, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടതാണ്. ഏത് അധ്രുവം, ഏത് ധ്രുവം. ധ്രുവത്തെ സമ്പാദിക്കാനായിക്കൊണ്ട് അധ്രുവത്തെ ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം, അത് സമ്പാദിക്കേണ്ടതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ ജരാസന്ധനോട് പറയുന്നത്. ഹരിശ്ചന്ദ്രനും രന്തിദേവനും ഉഞ്ചവൃത്തിയായ മുദ്ഗലനും ശിബിയും ബലിയും വ്യാധനും കപോതവും അധ്രുവമായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ധ്രുവമായ യശസ്സിനെ പ്രാപിച്ചു. ഇങ്ങനെ ജരാസന്ധനെ നന്നായി പ്രശംസിച്ചു. ഇത് കേട്ട് ജരാസന്ധൻ തുടർന്ന് എന്താ ചെയ്യുന്നത് എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ടൈർജാഹതൈരപി രാജന്യബന്ധോൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയത്. ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ടൈർജാഹതൈരപി രാജന്യബന്ധൂൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയത്. ഈ മൂന്ന് പേരും അവരുടെ ലക്ഷണങ്ങൾ പല രീതിയിൽ, ഇവർ ബ്രാഹ്മണരല്ല, ഇവർ ക്ഷത്രിയരാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതാണ് സ്വരൈഹി, സ്വരം കൊണ്ട് അല്ലേ, സത്വഗുണം ഉള്ളവരുടെ സ്വരവും രജോ ഗുണപ്രധാനികളുടെ സ്വരവും തമോ ഗുണം ഉള്ളവരുടെ സ്വരവും എല്ലാം വ്യത്യസ്തമായിരിക്കും. കേട്ടാൽ അറിയാം നമുക്ക്. സത്വഗുണമുള്ളവരെ വളരെ മൃദുവായി, വളരെ ശാന്തരായി, നല്ല സ്പഷ്ടമായി ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് കാര്യം പറയും. രജോ ഗുണമുള്ളവരെ ആകെ വ്യഗ്രതയുണ്ടാവും അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അവർ കൂടുതൽ സംസാരിക്കും, അവരുടെ ശബ്ദത്തിനും വ്യത്യാസം ഉണ്ടാവും. കുറച്ച് അറിയാതെ തന്നെ ഒരു അരോഗൻസ് ശബ്ദത്തിൽ രജോ ഗുണമുള്ളവർക്ക് വന്നു ചേരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇങ്ങനെ സ്വരങ്ങൾ കൊണ്ടും, പറഞ്ഞവരുടെ സ്വരങ്ങൾ കൊണ്ടും, ആകൃതിഭിഹി, അവരുടെ ശരീരത്തിന്റെ ആകൃതി നോക്കിയപ്പോ എന്താ പറയുക, ശാപ്പാട്ട് രാമന്മാരായ ബ്രാഹ്മണരല്ല. നല്ല ശരീരം, ആരോഗ്യ ദൃഢഗാത്രരാണ്. നല്ല എന്താ പറയുക, മസിൽസൊക്കെ, 6 പാക്ക് മസിൽസൊക്കെ ഉള്ളവരാണ്, മോശക്കാരല്ല. അങ്ങനെ ആകൃതിഭിഹി ജാഹതൈഹി പ്രകോഷ്ടൈഹി. പ്രകോഷ്ടം എന്ന് പറഞ്ഞാൽ കൈത്തലങ്ങൾ, മണിക്കണ്ടങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെയാണ്. അതൊക്കെ ജാഹതം. ജാ എന്നാൽ ധനുസിന്റെ ഞാണ്, വില്ലിൽ കെട്ടിയിരിക്കുന്ന ഞാൻ വലിച്ചു വലിച്ചു വലിച്ച് കയ്യിലൊക്കെ തഴമ്പ്, പ്രകോഷ്ടങ്ങളെല്ലാം തഴമ്പുള്ളതായിട്ട്, അതാണ് ജാഹതങ്ങൾ. ജായിനാൽ ഹനിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ട് ധാരാളം തഴമ്പുള്ളതായിട്ടുള്ള കൈകൾ, അതാണ് ജാഹതൈഹി പ്രകോഷ്ടൈഹി
താൻ രാജന്യബന്ധൂൻ വിജ്ഞായ, ഇവരെ 3 പേരെയും രാജന്യ ബന്ധുക്കളാണ്, ക്ഷത്രിയന്മാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സാമുദ്രിക ലക്ഷണപ്രകാരം ഇവര് ക്ഷത്രിയന്മാരാണെന്ന് ബുദ്ധിമാനായ ജരാസന്ധൻ മനസ്സിലാക്കി. ദൃഷ്ടപൂർവാൻ അചിന്തയത്. ദൃഷ്ടപൂർവന്മാരെന്നാൽ മുമ്പ് കണ്ടിട്ടുള്ളവർ. അപ്പൊ എവിടെയൊക്കെയോ കണ്ട് ലക്ഷണം. പാഞ്ചാലി സ്വയംവരത്തിന് അർജുനനെയും ഭീമസേനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റു പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടാവും. കൃഷ്ണനെ നല്ലോണം കണ്ടിട്ടുണ്ട്. 18 പ്രാവശ്യമാണ് അല്ലേ സൈന്യവുമായിട്ട് മധുരാപുരിയെ ആക്രമിച്ചത്. അപ്പൊ മുമ്പ് കണ്ടു പരിചയമുള്ള മുഖങ്ങൾ, അതാണ് അചിന്തയത്. അതാരെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ, റീകളക്ട് ചെയ്യാൻ അദ്ദേഹം ചിന്തിക്കുകയാണ്, വിചാരം ചെയ്യുകയാണ്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയം തോന്നുന്നു. ഒരു ശരീരഭാഷയും ശരീരപ്രകൃതിയും എല്ലാം കാണുമ്പോൾ നല്ല ക്ഷത്രിയ ലക്ഷണം. ഇവർ ബ്രാഹ്മണരാവാൻ വഴിയില്ല, ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുകയാണ് എന്ന് ബുദ്ധിമാനായിട്ടുള്ള മാഗധൻ തിരിച്ചറിഞ്ഞു എന്നാണ് ആ ചിന്തയത്. അദ്ദേഹം ചിന്തിക്കുകയാണ്. രാജന്യബന്ധവോ ഹേദേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യഃ ആത്മാനമപി ദുസ്ത്യചം. അദ്ദേഹത്തിന്റെ ചിന്തയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. രാജന്യബന്ധവോ ഹേതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യഃ ആത്മാനമപി ദുസ്ത്യജം. ജരാസന്ധൻ ചിന്തിക്കുന്നു, ഏതേ രാജന്യബന്ധവഃ ഹി, ഇവര് രാജന്യ ബന്ധുക്കൾ അഥവാ ക്ഷത്രിയന്മാർ തന്നെയാണ്, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരാണ്. ഹി എന്നത് നിശ്ചയത്തെ സൂചിപ്പിക്കുകയാണ്. നിശ്ചയം. ബ്രഹ്മലിംഗാനി ബിഭ്രതി, ബ്രാഹ്മണരുടെ വേഷങ്ങളെ ധരിച്ചിരിക്കുക മാത്രമാണ്, വെറും വേഷം കെട്ടാണെന്ന് ഉറപ്പ്. എന്തായാലും ബ്രാഹ്മണ വേഷത്തിലല്ലേ അവർ വന്നത്, അതുകൊണ്ട് അവരെ നിരാശരാക്കില്ല എന്ന് ബ്രഹ്മണ്യനായ മാഗധൻ സ്വയം ഉള്ളിൽ നിശ്ചയിക്കുകയാണ്. അതാണ് ഇവിടെ തേഭ്യഃ ദുസ്ത്യജം ആത്മാനമപി ഭിക്ഷിതം ദദാമി. ദദാമി, ഐ വിൽ ഗീവ്, ഞാൻ കൊടുക്കും. ആത്മാനമപി ഭിക്ഷിതം ദദാമി. ആത്മാനമപി എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ, എന്റെ ദേഹത്തെ ചോദിച്ചാലോ, എന്റെ എന്താ പറയുക, ആത്മാവിനെ തന്നെ, ജീവനെ തന്നെ ചോദിച്ചാലോ, ഭിക്ഷിതമപി, അവർ ചോദിക്കുകയാണെങ്കിൽ, ഭിക്ഷയായി യാചിക്കുകയാണെങ്കിൽ, ഭിക്ഷിതം എന്ന് പറഞ്ഞാൽ യാചിതം, യാചിക്കുകയാണെങ്കിൽ ഐ വിൽ ഗീവ് ദദാമി. എങ്ങനെ? ദുസ്ത്യജം ആത്മാനമപി, ത്യജിക്കാൻ പ്രയാസമേറിയ, എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അവരവരുടെ ശരീരവും പ്രാണനുമെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ത്യജിക്കാൻ പ്രയാസമേറിയ പ്രാണനെ പോലും ശരീരത്തെ പോലും തേഭ്യഃ ദദാമി, അവർ യാചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുമെന്ന് ധീരനായ ശക്തനായ ജരാസന്ധൻ സ്വയം തീരുമാനിച്ചു. അദ്ദേഹം മോശക്കാരനല്ല, ബ്രഹ്മണ്യൻ തന്നെയാണ്. ബലേർന ശ്രൂയതേ കീർത്തിഃ വിതതാദിക്ഷകൽമഷാ ഐശ്വര്യാത് ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുനാ. ബലേർന ശ്രൂയതേ കീർത്തിഃ വിതതാദിക്ഷകൽമഷാം ഐശ്വര്യാത് ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുനാ. മഹാബലിയുടെ ആ ഒരു കഥയെ സ്മരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ത്യാഗവും അദ്ദേഹത്തിന്റെ യശസ്സും. വിപ്രവ്യാജേന വിഷ്ണുനാ ഐശ്വര്യാത് ഭ്രംശിതസ്യ അപി ബലേഃ അകൽമഷാ വിതതാ കീർത്തിഃ ദിക്ഷു ന ശ്രൂയതേ. ദിക്കുകളിൽ അദ്ദേഹത്തിന്റെ യശസ് കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കുകയാണ്. അപ്പൊ വിപ്രവ്യാജേന വിഷ്ണുന, ബ്രാഹ്മണ വേഷം കെട്ടി വന്നതായിട്ടുള്ള വിഷ്ണുവിനാൽ ഐശ്വര്യാത് ഭ്രംശിതസ്യ അപി, അവന്റെ ഐശ്വര്യസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഭ്രഷ്ടനാക്കപ്പെട്ടിട്ടും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടും ബലേഹേ അകൽമഷാ കീർത്തിഃ, ബലിയുടെ കളങ്കരഹിതമായ നിർമ്മലമായ കീർത്തി വിതതാ, വ്യാപിച്ച് എല്ലായിടത്തും വ്യാപിച്ചിട്ട്
ദിക്ഷു ന ശ്രൂയത്തെ, ദിക്കുകളിൽ കേൾക്കുന്നില്ലേ? കേൾക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടും അദ്ദേഹത്തിന്റെ യശസ് വളരെ പ്രശസ്തമായി എല്ലായിടത്തും കേൾക്കുന്നു. അപ്പൊ അതുപോലെ എനിക്കിനി ഇതിന്റെ പേരിൽ ഞാൻ ഇവർക്ക് ദാനം എന്ത് ചോദിച്ചുവോ അത് കൊടുക്കും. അതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല. ആ മഹാബലിയുടെ യശസ് പോലെ എന്റെ യശസ്സും ലോകത്തിൽ നിലനിൽക്കും. അതാണ് ധീരന്മാരുടെ ഭാവം. അപ്പൊ മഗധൻ ഒരു ധീരനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ധർമ്മബോധമെല്ലാം ഉണ്ട്. പരിപൂർണമായിട്ടും ദുഷ്ടനല്ല എന്നർത്ഥം. അദ്ദേഹത്തിന് ദുഷ്ടതരങ്ങളുണ്ട്, എന്നാലും നല്ലൊരു ക്ഷത്രിയൻ കൂടി ആണ് അദ്ദേഹം എന്ന് തെളിയിക്കുകയാണ്. ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നഭിമഹീം പ്രാദാത് ഭാര്യമാണോപി ദൈത്യരാട്. ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നഭിമഹീം പ്രാദാത് വാര്യമാണോപി ദൈത്യരാട്. ആ ബലിയുടെ കഥ തന്നെയാണ് തുടരുന്നത്. ഇന്ദ്രസ്യ ശ്രിയം ജിഹീർഷത്തെ ദ്വിജരൂപിണേ വിഷ്ണവേ ജാനന്നപി വാര്യമാണഃ അപി ദൈത്യരാട് മഹീം പ്രാദാത്. അപ്പൊ ഇന്ദ്രസ്യ ശ്രിയം ജിഹീർഷത്തെ, ഇന്ദ്രന് വേണ്ടി ഐശ്വര്യത്തെ ഹരിക്കുവാൻ വന്നവനായ, ഇന്ദ്രന്റെ നഷ്ടപ്പെട്ട സ്വർഗരാജ്യത്തെ വീണ്ടെടുക്കാൻ വന്നവനായ, ഐശ്വര്യത്തെ ഹരിക്കാൻ വന്നവനായ ദ്വിജരൂപിണേ വിഷ്ണവേ, ബ്രാഹ്മണ രൂപം ധരിച്ചു വന്നവനായ, ബ്രഹ്മചാരി വേഷത്തിൽ വന്നവനായ വിഷ്ണുവിനായിക്കൊണ്ട് ജാനന്നഭി, അത് വിഷ്ണുവാണെന്ന് അറിഞ്ഞിട്ടും ശുക്രാചാര്യർ സൂചിപ്പിച്ചു ഇത് വിഷ്ണുവാണ്, ഇന്ദ്രന്റെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ വന്നവനാണ് എന്നെല്ലാം പറഞ്ഞിട്ടും, ജാനന്നഭി അറിഞ്ഞിട്ടും, വാര്യമാണഹാബി ശുക്രാചാര്യർ തടഞ്ഞു, നിവാരണം ചെയ്തു, കൊടുക്കരുത് എന്ന് പറഞ്ഞു 100 ന്യായങ്ങൾ പറഞ്ഞു. അതെല്ലാം ചെയ്തിട്ടും ഗുരുവിനാൽ വാര്യമാണനായിട്ടും ദൈത്യരാട് മഹീം പ്രാദാദ്, ആ അസുര ചക്രവർത്തിയായ മഹാബലി ഭൂമിയെ ദാനം ചെയ്തു. അപ്പോ അറിഞ്ഞുകൊണ്ട് ഗുരുവിനാൽ നിഷേധിക്കപ്പെട്ടിട്ടും സത്യസന്ധനും ദാനശീലനും ബ്രഹ്മണ്യനുമായ മഹാബലി തന്റെ സർവസ്വവും ആ വാമനന് ദാനം ചെയ്ത് യശസ്സിനെ പ്രാപിച്ചു. അപ്പൊ അതുപോലെ ഞാനും എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയാണ്. ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥഃ ക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹതാ വിപുലം യശഃ. ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥഃ ക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹതാ വിപുലം യശഃ. അദ്ദേഹത്തിന്റെ ചിന്ത തുടരുകയാണ്. പദമാനേന ദേഹേന ബ്രാഹ്മണാർത്ഥായ വിപുലം യശഃ നേഹതാ ജീവതാ ക്ഷത്രബന്ധുന കോനു അർത്ഥഃ. പദമാനേന ദേഹേന, വീണുപോകുന്നതാണ് ഈ ശരീരം, എപ്പ വേണമെങ്കിൽ പതിക്കാവുന്നതാണ് ഈ ശരീരം. അങ്ങനെയുള്ള ഈ നശ്വരമായ ശരീരം കൊണ്ട് ബ്രാഹ്മണാർത്ഥായ, ഒരു ബ്രാഹ്മണന്റെ പ്രയോജനത്തിനായിക്കൊണ്ട് ദാനം ചെയ്ത് വിപുലം യശഃ നേഹത, വിപുലമായ യശസ്സിനെ സമ്പാദിക്കാത്തവനായിട്ടുള്ള ഒരുവൻ, നൈഹത നേഹത, ആഗ്രഹിക്കാതെ സമ്പാദിക്കാത്തവനായിട്ടുള്ള ജീവതാ ക്ഷത്രബന്ധുന കോനു അർത്ഥഃ, ജീവിച്ചിരിക്കുന്ന ഒരു ക്ഷത്രിയാതമനായ എന്നെ കൊണ്ട് എന്ത് പ്രയോജനം? അങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഭീരുവായ ക്ഷത്രിയനായിരിക്കും ഞാൻ. അതുകൊണ്ട് ഒരു ക്ഷത്രിയനായി ശരീരത്തെ രക്ഷിച്ച് ഭീരുവായിരിക്കുന്നതിനേക്കാൾ സധൈര്യം ഒരു ബ്രാഹ്മണാർത്ഥത്തിനായിക്കൊണ്ട് എന്തും ദാനം ചെയ്ത് ആ യശസ്സിനെ പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത്യുദാരമതിഃപ്രാഹ കൃഷ്ണാർജുന വൃഗോദരാൻ ഹേ വിപ്രാവ്രിയതാം കാമോ ദദാമ്യാത്മശിരോ വിവഹ. ഇത്യുദാരമതിഃപ്രാഹ കൃഷ്ണാർജുന വൃഗോദരാൻ ഹേ വിപ്രാവ്രിയതാം കാമോ
ദദാമ്യാത്മശിരോ വിവഹ. അപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതി നിശ്ചിത്യ ഉദാരമതിഹി, ഇപ്രകാരം ഉറപ്പിച്ച ആ ഉദാരമതി വിശാല മനസ്കനായിരിക്കുന്ന ദാനശീലനായ ആ ജരാസന്ധൻ കൃഷ്ണ അർജുന വൃഗോദരാൻ പ്രാഹ, മൂന്ന് പേരോടും കൃഷ്ണനോടും അർജുനനോടും ഭീമസേനോടുമായി പറഞ്ഞു, ഹേ വിപ്രാഹ കാമഹ വ്രിയതാം. ബ്രാഹ്മണരേ എന്ന് തന്നെയാണ് സംബോധന ചെയ്യുന്നത്. അറിഞ്ഞുവെങ്കിലും ഇവര് ബ്രാഹ്മണരല്ല, ഇവർ ക്ഷത്രിയന്മാരാണ് എന്നറിഞ്ഞിട്ടും അവരെ സംബോധന ചെയ്യുന്നത് ഹേ വിപ്രാഹ, അല്ലയോ ബ്രാഹ്മണരേ, കാമഹ വ്രിയതാം, നിങ്ങളുടെ ആഗ്രഹം എന്താണെച്ചാലും സ്വീകരിച്ചോളൂ, വരിച്ചോളൂ. ആത്മശിരഹ അപീവഹ ദദാമി, ഇനിയിപ്പോ എന്റെ തല വേണോ നിങ്ങൾക്ക്, അതും ഞാൻ നിങ്ങൾക്ക് നൽകും. ആത്മശിരഹ അപി, എന്റെ ശിരസിനെ പോലും നിങ്ങൾക്ക് ഞാൻ നൽകാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ചോദിച്ചോളൂ എന്ന് അഭിമാനിയായ ധീരനായ ആ ജരാസന്ധൻ വാഗ്ദാനം ചെയ്തു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പിന്തിരിയാനും നിവൃത്തിയില്ല. അങ്ങനെ ആ സന്ദർഭത്തില് ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്താഃ രാജന്യാനാന്നകാംക്ഷിണഃ. ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്താഃ രാജന്യാനാന്നകാംക്ഷിണഃ. ഭഗവാൻ സമയമായപ്പോൾ സത്യം തുറന്നു പറയുന്നു, ഹേ രാജേന്ദ്ര, അല്ലയോ രാജശ്രേഷ്ഠ ജരാസന്ധ, യതി മന്യസേ, ഇനി അങ്ങ് ചിന്തിക്കുന്നുവെങ്കിൽ, അങ്ങ് ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചുവെങ്കിൽ, നഹ ദ്വന്ദ്വശഃ യുദ്ധം ദേഹി, ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധം നൽകിയാലും, ഞങ്ങളിൽ ആരോട് വേണമെങ്കിൽ അങ്ങേക്ക് നേരിട്ടുള്ള യുദ്ധം, ദ്വന്ദ്വയുദ്ധം ചെയ്യാം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ളത്, രണ്ടുപേര് ഭാഗഭാക്കുകളാവുന്നത് ദ്വന്ദ്വം. അപ്പൊ രണ്ടുപേർ തമ്മിലുള്ള യുദ്ധമായിട്ട് നമുക്ക് അങ്ങ് ദാനം ചെയ്യൂ. അപ്പോ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്. വയം രാജന്യാഹ, ഞങ്ങൾ ക്ഷത്രിയന്മാരാണ്. യുദ്ധാർത്ഥിനഃ, യുദ്ധം ആണ് ഞങ്ങൾ അർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ദാനമായി ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് പ്രാപ്താഹ ന അന്നകാംക്ഷിണഃ, ഞങ്ങൾ യുദ്ധാർത്ഥികളായിട്ട് വന്നതാണ്, അല്ലാതെ ദാരിദ്ര്യം കൊണ്ട് അന്നം യാചിക്കാൻ വന്നതല്ല. ന അന്നകാംക്ഷിണഃ, അന്നത്തെ കാംക്ഷിക്കുന്ന ആയിട്ട് വന്നതല്ല, യുദ്ധാർത്ഥികളായിട്ട് വന്നതാണ്. അപ്പൊ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ യുദ്ധമാണ് ഞങ്ങൾക്ക് നൽകേണ്ടത്. അത് ദ്വന്ദ്വയുദ്ധം അങ്ങേക്ക് തീരുമാനിക്കാം. അപ്പോൾ പരിചയപ്പെടുത്തണം. ഇനിയിപ്പോൾ അങ്ങ് തലപുകയേണ്ട ആവശ്യമില്ല. ആരാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട, അതിന് സമയം കളയണ്ട. ഞങ്ങളെ പരിചയപ്പെടുത്താം. ആരൊക്കെയാണ്? അസൗ വൃഗോദരഃ പാർത്ഥഃ തസ്യ ഭ്രാതാ അർജുനോ ഹ്യയം അനയോർ മാതുലേയം മാം കൃഷ്ണം ജാനീഹി തേ രിപും. അസൗ വൃഗോദരഃ പാർത്ഥഃ തസ്യ ഭ്രാതാ അർജുനോ ഹ്യയം അനയോർ മാതുലേയം മാം കൃഷ്ണം ജാനീഹി തേ രിപും. അസൗ വൃഗോദരഃ പാർത്ഥഃ, ഈ നിൽക്കുന്നത് അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ ആരാ? ഇവൻ മൃഗോദരൻ. അപ്പൊ ഭീമസേനന്റെ പേര് മൃഗോദരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് ഭീമസേനനാണ്, ഇത് മൃഗോദരനാണ്. പാർത്ഥഃ എന്ന് പറയുന്നതിലൂടെ പൃഥയുടെ പുത്രനാണ്, കുന്തിപുത്രനാണ്. അപ്പൊ കുന്തിപുത്രനായ ഭീമസേനനാണ് ഈ നിൽക്കുന്നത്. തസ്യ ഭ്രാത അർജുനോ ഹി അയം ഇവനാകട്ടെ തസ്യ ഭ്രാത അർജുന, ഈ മൃഗോദരന്റെ സഹോദരനായിട്ടുള്ള അർജുനനാണ് ഈ നിൽക്കുന്നവൻ. അനയോഹോ, ഇവർ രണ്ടുപേരുടെയും മാതുലേയം കൃഷ്ണം ഇതി മാം ജാനീഹി, അവരുടെ മാതുലേയനായിട്ടുള്ള കൃഷ്ണനാണ് ഞാനെന്ന് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. അങ്ങ് അറിഞ്ഞാലും മാതുലേയൻ അമ്മാമന്റെ പുത്രൻ, അപ്പോ പൃഥയുടെ സഹോദരനായ വസുദേവരുടെ പുത്രനായ കൃഷ്ണനാണ് ഞാനെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും.
ഒരു വിശേഷണം കൂടി കൊടുത്തു. തേരിപും. വെറും കൃഷ്ണനല്ല, അങ്ങയുടെ ശത്രുവായ കൃഷ്ണനാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കോളൂ. അങ്ങയുടെ മരുമകനായ കംസനെ ഞാൻ വധിച്ചപ്പോൾ, അങ്ങയുടെ മക്കൾ വിധവകളായി തീർന്നപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് അങ്ങ് എന്നെ ആക്രമിക്കാനായിട്ട് പല പ്രാവശ്യം മധുരാപുരിയിൽ വന്നു. 17 പ്രാവശ്യവും ഞാൻ അങ്ങയെ പരാജയപ്പെടുത്തി അയച്ചു. 18ാമത്തെ പ്രാവശ്യം ഞാൻ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് പോന്നു. അപ്പൊ അങ്ങയുടെ ശത്രുവാണ്, അങ്ങയെ ഉപദ്രവിച്ചവനാണ്. അങ്ങയുടെ മനസ്സിൽ എന്നോട് ശത്രുഭാവം ഉണ്ടായിരിക്കും. അപ്പോ അങ്ങയുടെ ശത്രുവായ ഇവരുടെ അമ്മാവന്റെ മകനായ കൃഷ്ണനാണ് ഞാനെന്നും അറിഞ്ഞാലും എന്ന് സ്വയം പരിചയപ്പെടുത്തി. ഏവമാവേദിതോ രാജ ജഹാസോച്ഛൈസ്മമാഗതഃ ആഹചാമർഷിതോ മന്ദ യുദ്ധം തർഹി ദദാമിവഃ. ഏവമാവേദിതോ രാജ ജഹാസോച്ഛൈസ്മമാഗതഃ ആഹചാമർഷിതോ മന്ദ യുദ്ധം തർഹി ദദാമിവഃ. ഏവം ആവേദിതഃ രാജാ മാഗതഃ. ഇപ്രകാരം അറിയിപ്പിക്കപ്പെട്ടവനായ രാജാ മാഗതൻ ജരാസന്ധൻ ഉച്ചൈഹി ജഹാസ. ഇത് കേട്ടപ്പോ താൻ സംശയിച്ചതൊക്കെ ശരിയാണ് എന്നും മാത്രമല്ല ഇത് ആരൊക്കെയാണെന്നും കൂടി അറിഞ്ഞതോടുകൂടി അങ്ങയുടെ ശത്രു എന്നും കൂടി കൃഷ്ണൻ എടുത്തു പറഞ്ഞപ്പോ ഒരു പരിഹാസം കൂടി തോന്നി. നീയോ എന്റെ ശത്രുവോ, എന്നെ പേടിച്ചോടിയ നീയോ എന്ന മട്ടില് പൊട്ടിച്ചിരിച്ചു എന്നാണ്. അഹങ്കാരം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. ജഹാസ ഉച്ചൈഹി. ഉച്ചൈഹി ജഹാസ. ഉച്ചത്തിൽ ഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. അമർഷിത ആഹച. അല്പം ക്രോധത്തോടുകൂടെ ഇങ്ങനെ പറയുകയും ചെയ്തു. എന്താ, തന്നെ പോലെ ശക്തനായിട്ടുള്ള ഒരാളെ വന്ന് വെല്ലുവിളിക്കുകയാണ് ദ്വന്ദ്വയുദ്ധത്തിന്. ദേഷ്യം വരാതിരിക്കോ? അപ്പൊ ദേഷ്യത്തോടുകൂടി പറയുകയാണ്, മന്ദാഹ, ഏ മന്ദബുദ്ധികളെ, തർഹി വഹ യുദ്ധം ദദാമി. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് യുദ്ധത്തെ നൽകാം. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ദ്വന്ദ്വയുദ്ധം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുന്നതായിരിക്കും എന്ന് അവരെന്ത് ചോദിച്ചുവോ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യുക എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. നത്വയാബീരുണായോത്സ്യേ യുധി വിക്ലവചേതസ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ശരണം ഗതഃ. നത്വയാബീരുണായോത്സ്യേ യുധി വിക്ലവചേതസ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ശരണം ഗതഃ. ഭീരുണാ ത്വയാ നയോത്സ്യേ. ഭീരുവായ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. നീ മഹാഭീരുവാണ്. കാരണം യുധി വിക്ലവചേതസ. വിക്ലവചേതസ, വൈക്ലഭ്യത്തോടുകൂടിയ മനസ്സ് എന്ന് പറഞ്ഞാൽ വിവശമായ മനസ്സോടുകൂടി യുദ്ധത്തിൽ ഭീരുവായി ഭയപ്പെട്ട് ഓടിയവനാണ് നീ. 18ാമത്തെ പ്രാവശ്യം ഞാൻ മധുരയെ ആക്രമിച്ചപ്പോൾ നീ ഓടിയിട്ട് ആ പ്രവർഷണം എന്നുള്ള മലയുടെ മുകളിൽ കയറിയതാണ്. പിന്നെ നിന്നെ കണ്ടിട്ടില്ല. നീ അന്ന് മരിച്ചു എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് ആ മലയ്ക്ക് മുഴുവൻ തീയിട്ടപ്പോ. ഇപ്പൊ നീ ഇവിടെ ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണല്ലേ. അപ്പോ യുധി വിക്ലവ ചേതസ ഭീരുണാ ത്വയാ നയോത്സ്യേ. യുദ്ധത്തിൽ പേടിച്ചോടുന്നവനായ ഭീരുവായ നിന്നോട് എനിക്ക് യുദ്ധം വേണ്ട. എന്താ, മധുരാം സ്വപുരീം ത്യക്ത്വ. ഞാൻ ആക്രമിച്ചപ്പോ സ്വപുരിയായ മധുരയെ ഉപേക്ഷിച്ച് സമുദ്രം ശരണം ഗതഃ. സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്നവനാണ് നീ അല്ലേ. ദ്വാരകാപുരിയെ ശരണം പ്രാപിച്ചവനാണ് നീ. അതുകൊണ്ട് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല, ഭീരുക്കളോട് യുദ്ധം ചെയ്യില്ല. അയം തൂ വയസാ അതുല്യോ ന അതിസത്വോ നമേ സമഃ അർജുനോ ന ഭവേദ്യോദ്ധാ ഭീമഃ തുല്യബലോ മമ. അയം തു വയസാ അതുല്യോ നാദിസത്വോ നമേ സമഃ അർജുനോ ന ഭവേദ്യോദ്ധാ ഭീമഃ തുല്യബലോ മമ. അയം തു വയസാ അതുല്യ. അർജുനനെ ചൂണ്ടിക്കൊണ്ട് പറയണം, ഇവൻ വയസ്സുകൊണ്ട് പ്രായം കൊണ്ട് എനിക്ക് തുല്യനല്ല, അതുല്യനാണ്. ന അതിസത്വ.
ഇവന് അതിസത്വമില്ല. സത്വം എന്ന് പറഞ്ഞാൽ ബലം. അപ്പൊ ഇവന് ബലവും അധികമില്ല. അവൻ ശക്തനല്ല എന്നോട് എതിരിടാൻ. നമേ സമഹ, എന്നോട് സമനല്ല. സമന്മാർ തമ്മിലാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ യുദ്ധ നിയമം അനുസരിച്ച് സമന്മാർ തമ്മിൽ യുദ്ധം ചെയ്യണം. ആനപ്പുറത്തിരിക്കുന്നവർ ആനപ്പുറത്തിരിക്കുന്നവരോട് യുദ്ധം ചെയ്യണം. കുതിരപ്പുറത്തിരിക്കുന്നവർ കുതിരപ്പുറത്തിരിക്കുന്നവരോട് യുദ്ധം ചെയ്യണം. കാലാളുകൾ കാലാളുകളോട്, തേരിലിരിക്കുന്നവർ തേരിലിരിക്കുന്നവരോട്, വില്ലാളി വീരന്മാർ വില്ലാളി വീരന്മാരോട്, മഹാരഥന്മാർ മഹാരഥന്മാരോട്, അതിരഥന്മാർ അതിരഥന്മാരോട്. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. യുദ്ധം ആരംഭിക്കുമ്പോൾ നിയമങ്ങളൊക്കെ പാലിക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറക്കും. അപ്പൊ എന്തായാലും നമേ സമഹ, ഈ അർജുനൻ എനിക്ക് തുല്യനല്ല. അർജുനോ ന ഭവേദ് യോദ്ധ, അർജുനൻ എനിക്ക് സമനായ യോദ്ധാവായി ഭവിക്കുകയില്ല. അർജുന മമ സമഹ യോദ്ധാ ന ഭവേത്, എനിക്ക് തുല്യനായ യോദ്ധാവാവുകയില്ല. ഭീമഹ തുല്യബലോ മമ, ഈ ഭീമൻ എനിക്ക് തുല്യബലനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവനും 10,000 ആനയുടെ ശക്തി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും ഉണ്ട് 10,000 ആനയുടെ ശക്തി. അപ്പൊ ഞങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ സമന്മാരായിരിക്കും. അതുകൊണ്ട് ഭീമഹ തുല്യബലോ മമ ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗതാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗതാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ. ഇത്യുക്ത്വ, ആ ജരാസന്ധൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീമസേനായ മഹതീം ഗതാം പ്രാദായ, ഭീമസേനന് ഗതായുദ്ധത്തിന് ഇഷ്ടമുള്ള വലിയ ഗത തെരഞ്ഞെടുത്തോളാൻ അനുവദിച്ചു. അല്ലേ? ഈ ജരാസന്ധന്റെ കയ്യിൽ എല്ലാം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്, എല്ലാ വെപ്പൺസും ഉണ്ട്. ഗതായുദ്ധമാണ്, ദ്വന്ദ്വയുദ്ധമായിട്ട് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ ഭീമസേനോട് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ള ഗത എടുത്തോളൂ, ഇനിയിപ്പോ ഞാൻ തന്നിട്ട് അതിനെന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറയണ്ട, അങ്ങേക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞതുപോലെ മഹതീം ഗതാം പ്രാദായ, വലിയ ഗതയെ നൽകിയിട്ട് ദ്വിതീയാം സ്വയമാദായ, രണ്ടാമതൊരു ഗതയെ താനും എടുത്തു, ജരാസന്ധനും എടുത്തു. എന്നിട്ട് നിർജഗാമ പുരാത് ബഹി, പുരാത് ബഹിഹി നിർജഗാമ, ആ എന്താ പറയുക, രാജധാനിയിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന്, എന്താ രാജധാനിയുടെ പേര് പറഞ്ഞത്, ഗിരിവ്രജം. ഗിരിവ്രജം എന്നുള്ള ആ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ഗമിച്ചു. എന്ന് വെച്ചാൽ യുദ്ധത്തിനുള്ള അരങ്ങ് എവിടെയാണോ ഉള്ളത് ആ സ്ഥാനത്തേക്ക് ഇവരെയും കൂട്ടിക്കൊണ്ട് മര്യാദക്കാരനായിട്ട് അതിഥിയെ പൂജിക്കുന്ന ഭാവത്തിൽ ദ്വന്ദ്വയുദ്ധം അങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് ഭീമസേനനെ സ്വീകരിച്ച് എല്ലാവരും കൂടി പുരാത് ബഹിഹി നിർജഗാമ, ആ പുരത്തിൽ നിന്ന് പുറത്തേക്ക് ഗമിച്ചു, നിർഗമിച്ചു. ഇനി അവർ തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധം വർണ്ണിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭീമസേനൻ ജരാസന്ധനെ വധിക്കുന്നത് എന്നുള്ളത് വർണ്ണിക്കുന്നു. നമുക്ക് നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.